ബോയ്സ് ഞാൻ ഇന്നലെ കുറച്ച് ഫോർ ഷാഡോയും ചെയ്തായിരുന്നു, ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. അത് നമ്മുടെ ആർക്കും വേണ്ടിയല്ല, മാനേജറിന് വേണ്ടിയാണ്. ഞാൻ മാനേജറിന് ഒരു കംപ്ലീറ്റ് മേക്ക് ഓവർ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് മാനേജർ പോലും അറിയാതെ. മാനേജറിന് ഇങ്ങനെ വർഷങ്ങളായി വളർന്നു കിടക്കുന്ന മുടി 4 വർഷമായിട്ട് വളർന്നു കിടക്കുക. ഞാൻ കണ്ടിരിക്കുന്ന എല്ലാ പ്രാവശ്യം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന മാത്രമേ കണ്ടിട്ടുള്ളൂ തലയിലോട്ട്. ഇങ്ങനെ വളർന്ന് പന്തലിച്ച് കിടക്കുകയാണ് മാനേജറിന്റെ മുടി. പക്ഷെ ഒരു കാശിനും കൊള്ളില്ല. എക്സ്ക്യൂസ് മീ പറയടാ, അമ്മയല്ല ഞാനാണ്. ഓ കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്നല്ലോ വെച്ച് കള്ളൻ. നീ എന്താ രാവിലെ ഉറക്കത്തിന്ന് വിളിച്ചത് എന്തായാലും വല്ലതും ചെയ്യാനില്ല. ഈ മുടി ദിവസം കെട്ടിയാൽ മാത്രം പോരെ. ഇന്നലെ ഒന്നും പറഞ്ഞില്ല. നമ്മൾ ഞാൻ രാവിലെ അറിഞ്ഞേക്കാത്ത ഇവന്റ് ഉണ്ടെന്ന്. അപ്പൊ ആ സമയത്ത് ഇവരെയും വിളിച്ചു വരുത്തി നമുക്ക് പോവാം. എന്തൊരു പണിയാണ് കാണിക്കുക. എന്തെങ്കിലും പറഞ്ഞാൽ ഡ്രസ് പോലും ഉണ്ടാകാറില്ല. നോക്കണം ഇനി. ഇത്ര നാളത്തുള്ള പരിചയം വെച്ച് ഞാൻ സ്വന്തമായി ഡിസൈഡ് ചെയ്യുന്ന ഒരു നല്ല സർപ്രൈസ് ആണെന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന് എങ്ങനെ പോകുന്നതൊക്കെ വലിയ ചെറിയ ഡൗട്ട് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നല്ലിട്ട് പോയില്ലെങ്കിൽ മുടി പിന്നെ വളരുമല്ല. ഓളം കയറിയിരിക്കുകയാണെന്നാണ് എനിക്ക് ഓളം കയറുന്നില്ല. ഞാൻ വല്ലപ്പോഴും ഇടക്കിടക്ക് ഇങ്ങനെ ഓരോ വീഡിയോ എന്ന് പറഞ്ഞ് പോകാറുള്ളത്. നമ്മളെല്ലാം സ്പോണ്ടേനിയസ് ആയിട്ടാണ് ചെയ്യുന്നത്. അതാണ് എന്റെ ഏറ്റവും വലിയ പേടി. നീ സ്പോണ്ടേനിയസ് ആയിട്ട് എന്താണ് കാണിച്ചു വെക്കുന്നത് എനിക്ക് അറിയത്തില്ലല്ലോ. ഇതെന്താ കൊതുകിനെയൊക്കെ പിടിച്ച് കാണിക്കുന്നോ? മാനേജറിന്റെ വീണ്ടെടുത്തിട്ടതാ ഇത്. സ്റ്റെറോയിഡ് അടിച്ച കുറെ കൊതുകളാ. ഞാൻ മുട്ട ഒഴുകും, വെള്ളം ഞാൻ കഴിക്കും, മഞ്ഞ ഓൾറെഡി ഉറക്കം ഉറങ്ങാത്തതിന്റെ ഒരു തളർച്ചയൊക്കെയാണ്. അതൊക്കെ ഒന്ന് മോഹം കഴിയിട്ട് പോകാം. ഈ ഗ്രൂം ചെയ്ത് പോകാൻ മാത്രം വലിയ ഇവന്റാണ്. വലിയ ഇവന്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം എപ്പോഴും പോയി വരുമല്ലോ. ഇന്നും ചെയ്തേക്കാം. ഞാൻ എങ്ങനെ മുഴുവിട്ടാ സൈഡിൽ നീട്ടിയിട്ട് കളർ അടിക്കണം. ഏത് കളർ അടിക്കും? ബ്ലാക്കിനാകുമ്പോൾ ഗോൾഡൻ ബ്രൗൺ അടി. ഓൾറെഡി ഐഷോ സ്പീഡിന്റെ സ്ട്രീം ചെയ്യുന്ന പറഞ്ഞ ആൾക്കാർ കുറച്ചടക്കാന്ന് പറയും. അതൊന്നും കുഴപ്പമില്ല. ഗോൾഡൻ റിട്രീവർ ആയി കടിച്ചിട്ട്. ഗോൾഡൻ റിട്രീവർ ഒപ്പല്ല, ഗോൾഡൻ ഇത് ചെയ്യണം. ബ്ലാക്കിലപ്പോ ഗോൾഡൻ ബ്രൗൺ ആണല്ലോ. നിനക്ക് നല്ല രസമായിരിക്കും. ഇതിലും വലുത് വന്ന് ഇതിക്കുള്ള എന്ത് വരാനാ? സെറ്റ് ആയിരിക്കും. നിന്റെ കൂടി ചെയ്തേക്ക്. എന്റെയാ? നിന്റെ മുടി വെട്ടാൻ വേണ്ടി എന്റെ ചെയ്യാനാ? 4 വർഷമായിട്ട് ഇങ്ങനെ കിടന്ന് പ്രാന്ത് കിടക്കുന്ന മുടിയല്ലേ, എന്തെങ്കിലും ഫിക്സ് ചെയ്യണ്ടേ എന്ന് പറഞ്ഞോണ്ട് ഞാൻ എനിക്ക് വേണ്ടി വന്നല്ലേ. 1 പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. അനുഭവം നീ കണ്ട? അത് എന്റെ താടി പോകുന്നല്ലേ, ഇപ്പൊ സെറ്റ് അടിക്കും. എന്നെ വിശ്വസിക്ക്, അവിടെ ഇരുന്നോ, വിശ്വസിച്ചിരി. ഇവിടം വരെ വന്നതല്ലേ. അത് കുഴപ്പമില്ല, എന്റെ വേറെ സർപ്രൈസ് എന്ന് വിചാരിച്ചോ. ഒരു മേക്ക് ഓവർ വേണ്ടി വന്നതല്ല നടത്തി. പിന്നെ ചെയ്യുന്നില്ലേ? ഇല്ല, ഞാൻ മാത്രം കൺവിൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അബദ്ധവശാൽ കറക്റ്റായിട്ട് പോയില്ല. ഞാൻ ഇവിടുന്ന് ഓടുക കേട്ടാ. 4 വർഷത്തെ മുടിയാ പോലെ കലിപ്പ് കയറുന്നിരിക്കും. കഴിയുമ്പോ ഈ ടെർമെന്ന് എപ്പോഴത്തേക്ക് വേണ്ടി കെട്ടേണ്ടി വരും. 4 വർഷമാണ് ഞാൻ ഇത് 4 വർഷമായിട്ട് ഒരു കിണ്ടി നടക്കുന്നില്ല ആ മുടിക്ക്. അന്ന് പറഞ്ഞിട്ട് കാര്യം നടക്കട്ടെ. എന്തെങ്കിലും ഒക്കെ മുടി വളർത്തി കെട്ടിട്ട് നടക്കാൻ വേണ്ടിയായിരുന്നാ? അല്ല, പിന്നെ കെട്ടിട്ടല്ലേ വർഷമായിട്ട് നടക്കുന്ന. എന്താ പൊറോട്ട അടിക്കുകയാണോ? പൊറോട്ട അല്ലേ? നിന്റെ ഒറ്റ കാര്യത്തിലാണ്. നിന്റെ കളർ അടിക്കണം. എന്റെ കളറാ? എന്തിന്? നമ്മൾ ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്ന നിനക്കും ചെയ്യും. കളർ അടിക്കാൻ പറ്റില്ല. മുടി കളർ അടിക്കുന്ന എന്തിനാ? മുടി ബൈ ഫ്രീ ആയിട്ട് പോകാതെ വരുന്നൊരു പേർക്ക് അടിച്ചു കൊടുക്കാറാ? അതൊന്നും പറയണ്ട, കളർ അടിക്കണം. അപ്പൊ ഇതെല്ലാം പോട്ടെ, ഈ സൈഡല്ല. ഈ സൈഡെല്ലാം പോട്ടെന്നാ? ഉള്ള മുടിയല്ലേ. എനിക്ക് ഒരു പ്രാവശ്യം ഊക്ക് കിട്ടിയതാ ഓണത്തിന്. പിന്നെ മേടിച്ചു. നമുക്ക് എന്തായാലും കിട്ടാമോ? കളർ നല്ലൊരു കളർ നോക്കി എടുക്കാം. നല്ലൊരു കളർ നോക്കി എടുക്കാ. പച്ച. അതടിക്കുന്നേക്കാട്ടി നല്ലത് വേറെ അവനവൻ കുഴിക്കണ കുഴികൾ പതിക്കുമ്പോ ഗുലുമാ. താടി ബാക്കിയുണ്ട്. ഭാഗ്യം കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയുണ്ടല്ലോ. ഒരു കുഴപ്പമില്ല. നമ്മള് ഏറ്റവും അടിത്തട്ടി വരെ പോയതാ. അതുകൊണ്ടൊരു കുഴപ്പമില്ല. ഞാനാണെ പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. താത്തി അങ്ങനെ ഞാൻ വന്നത് വേറൊരു മെയിൻ പരിപാടിക്ക് വേണ്ടിയാണ്. ആ മെയിൻ പരിപാടി നമ്മുടെ മാനേജറിന്റെ മേക്ക് ഓവറാ. മേക്ക് ഓവർ കംപ്ലീറ്റ് ആയിട്ടില്ല, ജസ്റ്റ് ഇൻ പ്രോസസ്സേ ഉള്ളൂ. ഇപ്പൊ ജസ്റ്റ് ഒരു അതിന്റെ ഇനീഷ്യൽ പ്രോസസ് ആണ്. 2 ദിവസം കഴിഞ്ഞ് ബാക്കി കൂടി ചെയ്യും. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രോഗ്രസ് എന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് നോക്കും. ചെറുതായിട്ട് ഏതൊക്കെ ഒരു സലീം കുമാർ ലുക്ക് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ലപ്പോഴും ചെറുതായിട്ടൊക്കെ തോന്നും. പക്ഷെ ഇന്നത്തേക്കുള്ളൊരു സെറ്റിംഗ് ആയിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കളർ അടിച്ചിട്ട് കോളൊക്കെ ചെയ്ത് സ്റ്റൈൽ സെറ്റ് ആക്കി. ഞാൻ മേക്ക് ഓവർ ചെയ്തിരിക്കും. മാനേജറിന്റെ അനിയത്തിനെ നമ്മളിപ്പോ സർപ്രൈസ് ചെയ്യാൻ പോവുകയാണ്. മാനേജർ ഡി കോലം വെച്ചോണ്ട് എന്തായിരിക്കും റിയാക്ഷൻ? അല്ല ഇപ്പൊ നമ്മൾ തുടക്കമല്ലേ, പകുതി വഴി എത്തിയുള്ളൂ. ഹാഫ് നമ്മൾ ഇനിയും ചെയ്യാനില്ലേ. കളർ അടിക്കണം, പിന്നെ ഒന്ന് സ്റ്റൈലൊക്കെ ചെയ്യണം, വീട്ടിലൊരു കേളറൊക്കെ മേടിച്ച് കേൾ ചെയ്യണം. അപ്പോഴൊക്കെ സെറ്റ് ആവും. നേരത്തെ ഫ്രിസ് മാറിയില്ലേ, ഇപ്പൊ സ്മൂത്ത് ആയില്ലേ.
ആ ഒരു സലീം കുമാർ ഇപ്പം പിന്നെ മുമ്പിലോട്ട് മാറും. കമലേഷ് മാനേജറിന് അനിയത്തിപ്പ് വരും. മാനേജർ നമ്മളിത് വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്, കാണാൻ പോലും പറ്റുന്നില്ല ഡിൻഡുള്ളതുകൊണ്ട്. ഈ ലുക്കിലാണെങ്കിൽ ബോധം കെട്ട് പോയിരുന്നത്. ബോയൊക്കെ പോലെടുക്കും. മാനേജർ ആ കാറിൽ ഇരിപ്പുണ്ട്, ഒളിച്ചിരിക്കുക. മാനേജർ ഒന്ന് പുറത്തോട്ട് വന്നേ. അങ്ങനെ പറഞ്ഞത് സലീം കുമാർ അല്ലേ? സലീം കുമാർ. ആ അപ്പൊ കണ്ടിട്ടില്ല. വീട്ടിലോട്ട് പോകണ്ട, അമ്മ കേട്ടില്ല. നാനോ പ്ലാസ്റ്റിക് കേടി ഇങ്ങനെ ഇരിക്കുന്ന മതി. ഇത് കണ്ടു കഴിഞ്ഞാൽ ബാലഭൂമി വായിച്ചിട്ടുള്ളവർക്കറിയാം നമ്മുടെ കോമിക് കഥാപാത്രം അകടനും ബഗടനും അതുപോലെ ഉണ്ട്. ഞാനിത് എക്സ്പെക്ട് ചെയ്തിട്ടല്ല വന്നത്. ഇത് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടുണ്ട്. താടിയും മീശ എടുത്ത മാത്രമേ കുറച്ച് കുഴപ്പമുള്ളൂ. ഇവിടെ പോയി നീലപ്പൊന്മാൻ. ഇവിടെ ഒരു പച്ച അടിച്ച് രണ്ട് സൈഡിൽ വരെ നീലോട് അടിച്ചു കഴിഞ്ഞാൽ സെറ്റ് പൊന്മാൻ.